നല്ല നമസ്കാരം. എക്കോ എന്റെ പൊന്നു കുരിയച്ച, ഇത്രയും പൊല്ലാപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇത് എവിടെയാണ് മനുഷ്യ? എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, നിങ്ങളെ തീർക്കാൻ വേണ്ടി ചുറ്റിലും നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ നിങ്ങൾ തന്നെ തീർത്ത വലയത്തിനുള്ളിൽ സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിനായിട്ട് നിങ്ങൾ തന്നെ സ്വന്തം കൂട്ടുകാരെയും ഭാര്യയെയും മക്കളെയും കരുക്കളാക്കി, എന്നിട്ടും നിങ്ങൾ തന്നെ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ? നിങ്ങൾക്ക് ആ സുരക്ഷിതത്വം നൽകുന്നത് ആരാണ്? ജേണി നോട്ട് എ ഡെസ്റ്റിനേഷൻ. അവിടെ നിന്നും തുടങ്ങി സിനിമയുടെ അവസാനം ബൈനോക്കുലറിലൂടെ നോക്കുന്ന സീനിൽ പര്യവസാനിക്കുന്ന ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇതിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ സ്പോയിലായി പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥാപരമായിട്ടുള്ള ഒരു കാര്യവും പറയാൻ കഴിയില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് നല്ല ഫ്രെയിമും നല്ല ഷോട്ടുകളും ഈ സിനിമയ്ക്കകത്തുണ്ട്. മലയും കാടും അതിന്റെ വെള്ളച്ചാട്ടവും അതിൻ്റെതായിട്ടുള്ള മനോഹാരിത ക്യാമറമാൻ നന്നായിട്ട് തന്നെ കോപ്പിയെടുത്തിട്ടുണ്ട്. പുലിമുരുകലിൽ നമ്മൾ പുലി വന്ന ഒരു പാറപ്പുറത്ത് വന്ന് നിൽക്കത്തില്ലേ, അതുപോലെ ഒരു കിടിലം ഷോട്ട്. അതോടൊപ്പം തന്നെ 360 ഡിഗ്രിയിലുള്ള ഒരു മനോഹരമായ ഷോട്ട്. ഈ സിനിമയെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം. കൃത്യമായി ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. എനിക്ക് തോന്നുന്നത് 2025 ഏറ്റവും മനോഹരമായ സിനിമയായി ഞാൻ എക്കോയെ വിലയിരുത്തുകയാണ്. ഇതിന്റെ തിരക്കഥ അത്രയ്ക്കും സ്ട്രോങ് സാധനമാണ്. സിനിമയുടെ ഓരോ ഡയലോഗും ഒന്നിനോടൊന്ന് ഇങ്ങനെ ജോയിന്റ് ആയിട്ട് നമ്മുടെ ഈ ചെയിൻ ഓർത്ത് വെച്ചിരിക്കുന്നത് പോലുള്ള തിരക്കഥയാണ്. ഓരോ സംഭാഷണം അങ്ങനെയാണ് അതിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഈ ഇഴുകിച്ചേർന്നിരിക്കുന്ന സീനുകൾക്കനുസരിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതം, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പശ്ചാത്തല സംഗീതം. അതോടൊപ്പം തന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസ്, ഒരുപാട് ആക്ഷൻ സീക്വൻസിൽ മിന്നി മറയുന്ന കുറേ കിടിലം സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു അടി തലക്കിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഷോട്ട് കിടിലം. അതോടൊപ്പം തന്നെ ബിനു പപ്പുവിന്റെ അവസാനത്തെ ഷോട്ട്, അതൊരു കിടില സാധനം. ലോങ് ഷോട്ടാണ്, ഡ്രോൺ ഷോട്ടാണ്, ടോപ്പ് ഷോട്ട്. അത് ഡ്രോൺ ഷോട്ട് അല്ല, ടോപ്പ് ഷോട്ട്. അത് ഒരു കിടിലം സാധനം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പച്ചപ്പിന്റെ മനോഹാരിത, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. ഒരു പട്ടിപ്പടം എന്നതിനപ്പുറം ത്രില്ലിങ്, ഇൻവെസ്റ്റിഗേഷൻ, റിവഞ്ച്, അങ്ങനെ ഒരുപാട് ലെയറുകൾ വന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഏറ്റവും ബെസ്റ്റ് ആണ്, 2025 ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെയും കർണാടകയിലെയും ബോർഡർ ഉള്ള ആ ഒരു പഴമയുടെ ആ ഒരു പഴയ കുറെ സാധനങ്ങൾ ആർട്ട് വർക്കിലൂടെ നന്നായിട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് അല്പസമയമുണ്ടല്ലോ, ഞാൻ സിനിമ തീർന്നിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടും ഞാൻ നിശബ്ദനായിട്ട് കുറെ സമയം അവിടെ ഇരുന്നു. ഇത്രയൊരു കിടിലം അവിശ്വസനീയമായിട്ടുള്ള ഒരു സാധനമാണല്ലോ ഞാനിപ്പോൾ കണ്ടത് എന്നുള്ള ഒരു മരവിപ്പ്, ആ ഒരു സാധനം ഫീൽ കിട്ടണമെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ ഇത് മിസ്സാക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലം സാധനമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, കാണാം. താങ്ക് യു.